മീനിൻ്റെ നാവ് തുരന്നെടുത്ത് പകരം നാവായി മാറുന്ന പാരസൈറ്റായ ഒരിനം ഐസോപോഡാണ് ടങ് ഈറ്റിംഗ് ലൗസ്. മീൻ മുറിക്കുമ്പോൾ നിങ്ങളിൽ പലരും ഇതിനെ കണ്ടിട്ടുണ്ടാകും. സാധാരണഗതിയിൽ ഏതാണ്ട് 1.5 ഇഞ്ച് വലിപ്പത്തിലൊക്കെ ഇത് വളരും. സൈമോത്തോയിഡെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം സൈമോത്തോവ എക്സിഗുവ എന്നാണ്. മീനിൻ്റെ ചെകിളയ്ക്കുള്ളിലൂടെ അകത്ത് കടന്ന് ഇവ വായ്ക്കുള്ളിലെത്തുന്നു. മീനിൻ്റെ നാവിൽ കയറിക്കൂടിയതിന് ശേഷം മുൻകാലുകളിലെ മൂർച്ചയേറിയ നഖങ്ങൾ രക്തക്കുഴലുകളിലേക്ക് ആഴ്ത്തിയിറക്കി ഇവ രക്തം കുടിക്കും. നാവിലെ രക്തം മുഴുവൻ ഊറ്റിക്കുടിക്കുന്നതോടെ നിർജീവാവസ്ഥയിലാവുന്ന നാക്ക് പിന്നീട് മുറിഞ്ഞു വീഴും. അതോടെ ഈ ജീവികൾ മുറിഞ്ഞുപോയ നാവിൻ്റെ ശേഷിക്കുന്ന ഭാഗത്തോട് ചേർന്ന് മത്സ്യത്തിൻ്റെ പുതിയ നാക്കായി മാറും. പിന്നീട് മത്സ്യത്തിൻ്റെ കഫം ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത്. ഈ ജീവികൾ നാവില്ലാതാക്കുമെങ്കിലും മത്സ്യത്തിന് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ഈ ജീവികൾ ആണായി ജനിച്ച് പിന്നീട് ലിംഗഭേദം സംഭവിച്ച് പെണ്ണായി മാറുന്നു. ഇങ്ങനെ ലിംഗഭേദം സംഭവിക്കുന്നതിനെ പ്രോട്ടാൻഡ്രസ് ഹെർമാഫ്രോഡൈറ്റസ് എന്നാണ് പറയുക. പെണ്ണായി മാറുന്നതോടെ ഇതിന് കുറച്ചുകൂടി വലിപ്പം വയ്ക്കും. പിന്നീട് എന്തെങ്കിലും ഒരു ആൺലൗസ് മത്സ്യത്തിൻ്റെ ചെകിളയിൽ കയറിപ്പറ്റുന്നത് വരെ അവ ഇണചേരാനായി കാത്തിരിക്കും. ഇങ്ങനെ കയറിപ്പറ്റുന്ന ആൺലൗസ് രക്തവും പോഷകങ്ങളും ഊറ്റിക്കുടിച്ച് ചെകിളയിൽ തന്നെ ഇരിക്കും. ശേഷം പെൺലൗസുമായി ഇണചേരും. ഇതെല്ലാം മത്സ്യത്തിൻ്റെ വായ്ക്കുള്ളിൽ വച്ചാണ് സംഭവിക്കുന്നത്. പിന്നീട് പെൺലൗസ് ബ്രൂഡിംഗ് പൗച്ച് എന്നറിയപ്പെടുന്ന സഞ്ചിയിൽ മുട്ടകൾ സൂക്ഷിച്ച് വിരിയിച്ചെടുക്കും. വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ വെള്ളത്തിലിറങ്ങി മറ്റ് മത്സ്യങ്ങളുടെ ചെകിളപ്പൂവിനുള്ളിൽ കയറിക്കൂടും.